യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ബ്ലൂമി, പ്രിൻസിപ്പളായിട്ട് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2025 ഡിസംബർ 3-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വിശ്വാസത്തെ ക്രമീകരിക്കാനായിട്ട് കൃപാസന മാതാവ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതാണ്. കാര്യം ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിൽ യേശുവും മാതാവും ഒരുമിച്ച് കൂട്ടായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിലൂടെയാണ് ഞാൻ എത്രയോ ഉയരങ്ങളിൽ തരണം ചെയ്തത്. എന്ത് സങ്കടങ്ങളായാലും എന്ത് സന്തോഷങ്ങളായാലും എന്ത് ആവശ്യങ്ങളായാലും ഒന്ന് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെല്ലാം എനിക്ക് ഉത്തരം കിട്ടുമായിരുന്നു. എന്നാൽ 2022 വരെ, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ 2022 ഏപ്രിൽ വരെ ഇതെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 2022 ഏപ്രിൽ അവസാനത്തോടെ ഒരു സ്വപ്നത്തിൽ പെട്ടെന്ന് ദൈവം എന്നിൽ നിന്ന് അകന്നു പോണ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി. ഞെട്ടി ഞാൻ എണീറ്റു. പക്ഷേ എനിക്ക് എന്താ കാര്യമെന്ന് പോലും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച് സ്വപ്നമായിരിക്കും, എങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ശരിയാവും. പക്ഷേ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥന കൂട്ടി, ജപമാലകൾ കൂട്ടി, പക്ഷേ കിട്ടിയില്ല. പക്ഷേ എങ്കിലും എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ടോ അന്നല്ല എൻ്റെ കൂടെ ജപമാലയുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്. കിട്ടുന്നില്ല, എനിക്ക് ഫീൽ കിട്ടുന്നില്ല. പക്ഷേ പ്രാർത്ഥനയുണ്ട്. ആ സമയത്താണ് എനിക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷൻ വരുന്നത്. ഞാൻ ജോയിൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാര്യം എനിക്ക് മെസ്സേജ് ഒന്നും കിട്ടുന്നില്ല. കാര്യം എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നതാണ്, എനിക്ക് തിരിച്ച് മെസ്സേജ് കിട്ടാറുണ്ട്. ഞാൻ ജോയിൻ ചെയ്യേണ്ടെന്ന് തന്നെ കരുതി. അത് ഏകദേശം എല്ലാവരും ഞങ്ങളുടെ ലിസ്റ്റിലുള്ളവർ ജോയിൻ ചെയ്തു. 2 മാസത്തോളം ഞാൻ ജോയിൻ ചെയ്യാതെ ഞാൻ വർക്ക് ചെയ്യുന്ന മഹാരാജസിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഷോക്കോസ് നോട്ടീസ് DC വന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ. അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ട് എനിക്ക് റിലീവ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്യണം. ഞാൻ ഏതായാലും എനിക്ക് മനസ്സിലായി ഇത് ഇൻഡയറക്റ്റായിട്ട് ദൈവം ഇടപെട്ടതാണ് എന്നെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. പക്ഷേ എൻ്റെ അടുത്ത് വരുന്നില്ല. ഞാൻ എന്തായാലും ജോയിൻ ചെയ്തു. ഞാനൊരു കോൺവെൻറ്റിലാണ് അവിടെ നിന്നത്. രാവിലെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഫീൽ കിട്ടുന്നില്ല. എങ്ങനെയോ എത്രയോ ദിവസങ്ങൾ, ഒരു 2025 സെപ്റ്റംബർ വരെ ഏകദേശം അങ്ങനെ അങ്ങോട്ട് പോയി, ഒരു ഫീലും ഇല്ലാതെ. എന്നാൽ 2025 സെപ്റ്റംബർ ഒക്ടോബർ ആദ്യ ആഴ്ചയോടെ പൊളിറ്റിക്കൽ ഇഷ്യൂ സ്റ്റുഡൻസിൻ്റെ നല്ലതായിട്ട് നടക്കുക. കൊടിമരം മാറ്റുന്നു, പലതായി ഭയങ്കര ഇഷ്യൂ ആയി. പോലീസ് കേസുകൾ പലതും വരുന്നുണ്ട്. ആ പോലീസ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ ഒന്നും കിട്ടുന്നില്ല. സാധാരണ ഏത് കേസിലും എനിക്ക് എന്തെങ്കിലും മെസ്സേജ് വരാൻ പോണ സംഭവം പോലും ചെറുതായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലൂടെ പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ലീവ് എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് നിന്നു. എടപ്പള്ളി പോയി പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവിനെ നോക്കാൻ നേരത്ത്, എടപ്പള്ളിയിൽ ഇരിക്കുന്ന ഒരു മാതാവിനെ നോക്കാൻ നേരത്ത് അവിടെ ഗ്രോട്ടോയുണ്ട്. അവിടെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പുഞ്ചിരിക്കണം മാതാവിൻ്റെ രൂപമാണ് പണ്ടെല്ലാം ഫീൽ ചെയ്ത്. പക്ഷേ ഇതെനിക്കൊന്നും ഫീൽ കിട്ടുന്നില്ല. കൊന്തേലിയിട്ടൊന്നും കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു സൊല്യൂഷൻ പറ്റണില്ല. കുർബാന കണ്ടു ആഴ്ചത്തെ, അതായത് ഒക്ടോബർ 12-ാം തീയതി രാവിലെ കുർബാനയിലൂടെ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അതും കിട്ടിയില്ല. 6 മണിയായപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പിറ്റേ ദിവസം പോകാൻ തോന്നുന്നില്ല, മൺഡേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപത്തിൻ്റെ അടുത്ത് ഞാൻ കൃപാസന പത്രം ഞാൻ തന്നെ വെച്ചതായിരുന്നു. പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ കൃപാസന പത്രം എടുത്ത് ജോസഫ് അച്ഛൻ്റെ ആർട്ടിക്കിളൊന്ന് വായിച്ചു നോക്കി. എനിക്കെന്തോ പോസിറ്റീവ് എനർജി. ഞാൻ പിന്നെ അതിൻ്റെ അകത്താണ് ഡെയിലി ബ്രെഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ഡെയിലി ബ്രെഡ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം തന്നെ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി, ഒരു മാനസികമായിട്ട് എന്തോ ഒരു സന്തോഷം കിട്ടണ പോലെ ഒരു ഫീലിംഗ് തോന്നി. അതിനുശേഷം ഞാൻ ആ കൃപാസന പത്രം ഒക്ടോബറിലായിരുന്നു. ഈ കൃപാസന മാതാവ് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഫോട്ടോ. ആ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്നോട് തന്നെ പറയുന്ന പോലെ തോന്നി, നീ ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ഇത്രയും നാളും എന്നിൽ നിന്ന് മാറിയുന്നത് എൻ്റെ എന്തോ പ്രവർത്തനത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നെന്ന് എനിക്കപ്പം നന്നായിട്ട് മനസ്സിലായി. എന്തായാലും നല്ല സന്തോഷത്തോടെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം നല്ല എനർജിയോടെ പോയി. പിന്നെ ഭയങ്കര സൊല്യൂഷനായിരുന്നു. ഞാനല്ല സൊല്യൂഷൻ പറയുന്നത്. എൻ്റെ ക്യാബിനിലോട്ട് വരാൻ നേരത്തെ പിള്ളേരും സമാധാനം, അവരും സന്തോഷത്തോടെ പോകുന്നു. ഇലക്ഷൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് വളരെ സമാധാനപരമായിട്ട് പോലീസുകാരൊന്നും വേണ്ടി വന്നില്ല. അവർ തന്നെ സൊല്യൂഷൻ എല്ലാം ഡെവലപ്പ്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതെന്ന് എനിക്ക് സന്തോഷത്തോടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
അതോടെ പ്രശ്നങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് സോൾവ് ചെയ്തു. ഞാൻ ഈ ഒക്ടോബർ 12-ാം തീയതി ഈ കൃപാസന പത്രം വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അതിൻ്റെ അകത്ത് അഖണ്ഡ ജപമാല റാലിയുടെ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന അന്ന് തന്നെ തീരുമാനിച്ചതാണ്. എനിക്കിപ്പോൾ സൊല്യൂഷനൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഉദ്ദേശം ദൈവമാതാവിൻ്റെ കൂടെ ഉണ്ടാവണം. അതുവഴി ദൈവത്തിനെ പെട്ടെന്ന് എനിക്ക് ഒരു ഫീൽ ചെയ്യാൻ പറ്റണം, അത് മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഏതായാലും എനിക്കത് സാധിച്ചു. ഞാൻ അഖണ്ഡ ജപമാല റാലിയിലും പങ്കെടുത്തു. അതിനുശേഷം പിന്നീട് മാതാവ് തന്നെ എന്നോട് ചോദിച്ചു, നിൻ്റെ വിശ്വാസം ക്രമപ്പെടുത്തണം. കാര്യം ദൈവം എല്ലാമാണ്, എല്ലാവരിലുമാണ്. ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യം എനിക്ക് മാത്രം എന്നുള്ള ഒരു രീതിയായിരുന്നു എൻ്റെ അതുവരെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതെനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായി. അതോടെ ഞാൻ ഡിസംബർ 3-ാം തീയതി ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാം എനിക്ക് സിസ്റ്റമാറ്റിക് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസപൂർണ്ണത കൈവരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ട്രെയിനിങ്ങിലൂടെ, സാധാരണ മനുഷ്യർക്ക് ട്രെയിനിങ്ങിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിലുള്ള ഒരിടം തന്നെയാണ് ഇത്. എനിക്കത് വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സൊല്യൂഷൻ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാര്യം ആ ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടണേ. ബൈബിൾ നല്ലപോലെ വായിക്കുന്നുണ്ട്. ബൈബിൾ വായനയിലൂടെ എനിക്ക് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കാനും കൂടെ സാധിക്കാറുണ്ട്. വിശ്വാസപൂർണ്ണതയിലൂടെ ആ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്ന വഴി നമുക്ക് നല്ല ഒരു ചൈതന്യം നമ്മുടെ മനസ്സിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഡെയിലി എല്ലാ പ്രാവശ്യവും ഈ പേപ്പർ എടുക്കാൻ നേരത്ത് നമ്മുടെ കൃപാസന പത്രം വളരെ സന്തോഷത്തോടെ തന്നെയാണ് എടുക്കുന്നത്. ആ കൃപാസന പത്രം വളരെ സന്തോഷത്തോടെ പുതിയ പുതിയ രീതികളിൽ ആളുകളിലേക്ക് പകരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. എൻ്റെ 10% സാലറി തന്നെ ഞാൻ അതിനു വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. ഈ ഉടമ്പടിയിൽ ഉള്ള ഉടമ്പടിയിലൂടെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണത കൈവരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യാക്കോബ് 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഡോക്ടർ ബ്ലൂമി ജോസഫ് എന്ന ഈ സഹോദരി വലിയൊരു ഉത്തരവാദിത്വം തൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ ഏറ്റവും കലുഷിതമായ തൻ്റെ കോളേജിൻ്റെ കാലഘട്ടം അത് ഏറ്റവും ശാന്തതയോടുകൂടി എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചുവെന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സഹോദരിക്ക് ലഭിച്ച ഒരു കൃപാസനം പത്രത്തിലൂടെ ജോസഫച്ചൻ്റെ ദൈവിക സന്ദേശം സ്വാധീനിക്കുകയും അമ്മ മാതാവിൻ്റെ സവിശേഷമായ ഇടപെടൽ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അത് ആ കോളേജിൻ്റെ അന്തരീക്ഷം മുഴുവനും പൂർണ്ണമായ ശാന്തതയിലേക്കും ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ പ്രത്യാശയോടുകൂടി നിർവഹിക്കുവാനുള്ള ആത്മബലത്തിലേക്കും സഹോദരിയെ നയിച്ചതിനെയാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. നമുക്കറിയാം, കൃപാസനം പത്രം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഞ്ചരിക്കുന്ന സന്ദേശമാണ്. അത് നാം വായിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരി വിഷയങ്ങൾക്ക് പരിഹാരങ്ങൾ അതിനകത്ത് താക്കോൽ രൂപത്തിൽ മറഞ്ഞിരിപ്പുണ്ട്. നാം പ്രാർത്ഥനയോടുകൂടിയാണ് അത് ഓരോ തവണ സമീപിക്കുന്നതെങ്കിലും ആ സമീപിക്കുന്ന അവസരങ്ങളിലൊക്കെയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്കുള്ള പരിഹാരം ഒന്നെങ്കിൽ സാക്ഷ്യങ്ങളായി അല്ലെങ്കിൽ അച്ഛൻ്റെ സന്ദേശത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നത് നമുക്ക് നിരന്തരം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കൃപാസനം പത്രം വെറുതെ വായിക്കേണ്ടതും വായിച്ച് തള്ളേണ്ടതുമല്ല, മറിച്ച് പ്രാർത്ഥനയോടുകൂടി എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും ഞാനിന്ന് കടന്നു പോകുന്ന എൻ്റെ ജീവിത വിഷയത്തിന് എന്താണോ ഈ നാളുകളിൽ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, എന്നോട് പറയുന്നത്, അത് തിരിച്ചറിയുവാൻ വേണ്ടി എന്നെ സഹായിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടി അതിനെ സമീപിക്കുമെങ്കിൽ നമുക്കത് ഒത്തിരി ദൈവാനുഭവങ്ങളുടെയും ഒത്തിരി ദൈവാനുഗ്രഹങ്ങളുടെയും വഴി തുറക്കുന്ന സന്ദേശങ്ങളുടെ അക്ഷയനിധിയായി കാണുവാൻ പറ്റും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഒരു കൃപാസനം പത്രത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ കൂടുതൽ എളിമപ്പെടുന്ന ദൈവ സംരക്ഷണത്തിൻ്റെ ജീവിതത്തിലേക്ക്, അതുവഴി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി താൻ വഹിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളിൽ അമ്മയെയും ഈശോയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ, തൃപ്തിയോടെ, സമാധാനത്തോടെ അവ നിർവഹിക്കുവാനുള്ള
കരുത്ത് ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. സഹോദരിക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും ആത്മീയ ഉണർവുകൾക്കും അമ്മയുടെ സംരക്ഷണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് പങ്കുവയ്ക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.